വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ളോഗ്. ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. ഇന്ന് വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ കുറേ ആലോചിച്ചു, ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണോ. അപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദീപക് എന്നൊരു വ്യക്തി മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് തുടങ്ങുന്നത്. എനിക്ക് ഒരുപാട് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. മിഞ്ഞാന്നാണ് ആൾ കണ്ണേട്ടത് എന്നോട് പറഞ്ഞത്. അപ്പം ഞാനിത് ശ്രദ്ധിച്ചിരുന്നില്ല, കാരണം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമ്മളിത് അധികമൊന്നും ഫേസ്ബുക്കിലൊന്നും നോക്കാറൊന്നുമില്ല. യൂട്യൂബിലൊക്കെ ഉണ്ട് ആൾ പറഞ്ഞു, പക്ഷെ ഞാനതൊന്നും കണ്ടിരുന്നില്ല. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, എന്നാൽ ശരി, വൈകുന്നേരമാണ് ആൾ വിളിക്കുന്നത്, എന്നാൽ ശരി ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞ് നോക്കി. അങ്ങനെ ഒരു 2 മണിക്കൂർ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഞാനും കണ്ണേട്ടനുമായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയത്, ഈ ഒരു വ്യക്തി ദീപക് എന്ന വ്യക്തി അറിഞ്ഞിട്ടും കൂടി ഇല്ലേ, അപ്പം തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു, ഏട്ടാ എനിക്ക് ഇങ്ങനൊരു ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിൽ കുറച്ച് മാറി നിൽക്കൂ പറഞ്ഞാൽ ഇയാൾ പറയും ഞാൻ അറിയാതെ ചെയ്തതാണ് ശരി പറഞ്ഞിട്ട് അപ്പം തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. അല്ലാതെ ഈ കുട്ടി ഒന്നും പറയാതെ ഒരു വീഡിയോ എടുത്തു, ഇയാളെ സ്റ്റോപ്പ് വന്നപ്പോൾ ഇറങ്ങിപ്പോയി, ഈ കുട്ടിയുടെ സ്റ്റോപ്പ് വന്നപ്പോൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്ത് ഷോർട്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഈ കുട്ടിയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും കണ്ണി കണ്ട കേസും കാര്യങ്ങളും വരുമ്പോൾ യഥാർത്ഥ കേസുമായി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതൊക്കെ അവർക്ക് എന്താണ് നെഗറ്റീവായി ബാധിക്കും. കാരണം ചില കുട്ടികൾ ശരിക്കും ശരിക്കും പുരുഷന്മാർ ചില കുട്ടികളെ വൾഗറായി ടച്ച് ചെയ്തിട്ടുണ്ടാവും. ആ കുട്ടികൾ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ടച്ച് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് പറയുമ്പോൾ, സോഷ്യൽ മീഡിയയിലോ പറയുമ്പോൾ 100-ൽ 80% ആളുകളും വിശ്വസിക്കാത്തൊരു സാഹചര്യം വരും. അത് നമുക്ക് എന്താണ്, സ്ത്രീകൾക്ക് തന്നെ ദോഷം. ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയുടെ ശത്രു പറയില്ലേ, അത് വളരെയധികം കറക്റ്റാണ്, ഉള്ളതാണ്. ഈ ഒരുപാട് ഇൻസിഡൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീനെ ഉപദ്രവിച്ചു, ഈ സ്ത്രീ ഒരക്ഷരം മിണ്ടാതെ അത്രയും കാലം ജീവിച്ച് 2-3 വർഷം കഴിഞ്ഞ് പോലീസിന് കംപ്ലൈൻറ്റ് എടുക്കുക. പോലീസ് അപ്പോൾ നടപടി എടുക്കും. എന്ത് ലോജിക്കാണ് ഇതുള്ളത്? നമുക്കൊരു പ്രശ്നം ഒരു സംഭവത്തിൽ വന്ന് അപ്പോൾ നമുക്ക് അത് തെറ്റാണ്, നമുക്ക് കംഫേർട്ടല്ല, അപ്പം നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ അതിനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. അല്ലാതെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ അത് വളരെയധികം മോശമുള്ളൊരു കാര്യമാണ്. പിന്നെ അപ്പം തന്നെ ആ ഏട്ടനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ആ ദീപക്കിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ ഒപ്പം കാണാമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ കുട്ടി വീഡിയോ എടുക്കുമ്പോൾ ആ കുട്ടിയുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു മനഃപൂർവ്വം ചെയ്യണ പോലെയാണ് തോന്നിയത്. പിന്നെ നമ്മളെപ്പോഴും ഒരാൾക്ക് നമുക്ക് നന്മ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആരും ഉപദ്രവിക്കാതിരിക്കുക. ഇപ്പം നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മളെ നെഗറ്റീവും പറയും, പോസിറ്റീവും പറയും, ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ കേൾക്കുക. കാരണം അവരുടെ ഒപ്പീനിയനാണ് പറയുന്നത്, നമ്മളതല്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മളതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക.